ഹായ്, ചോറിനും ചപ്പാത്തിക്കൊക്കെ നല്ല കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു മുട്ടക്കറിയാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. നല്ലൊരു ടേസ്റ്റുള്ള കറിയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പൊ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. കറിയിലേക്കായിട്ട് കുറച്ച് തേങ്ങ അരച്ചു വയ്ക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് 4 ടേബിൾ സ്പൂൺ തേങ്ങ എടുത്തിട്ടുണ്ട്. കൂടെ സ്പ്ലിറ്റ് ചെയ്തിട്ടുള്ള 5-6 കാഷ്യൂനട്ട് കുതിർത്തതും 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം കൂടെ ചേർക്കാം. അല്പം വെള്ളം ചേർത്തിട്ട് ഇത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. പുളി കുറവുള്ള 2 ചെറിയ തക്കാളിയാണ്, ഇതും അരച്ചു വയ്ക്കാം. പിന്നെ ഇതുപോലെ ഒരു കഷ്ണം ഇഞ്ചിയും 4 വലിയ അല്ലി വെളുത്തുള്ളിയും വേണം, ഇതും ചതച്ചു വയ്ക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഫ്രഷ് ആയിട്ട് ചതച്ച് ചേർക്കുമ്പോൾ ആ ഒരു ഫ്ലേവറും ടേസ്റ്റും ഒക്കെ കുറച്ചുകൂടെ നന്നാവും കേട്ടോ. ഇനി അടികട്ടിയുള്ള പാത്രത്തിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാം. എണ്ണ ചൂടാകുമ്പോൾ ഒരു കഷ്ണം പട്ട, 2 ഗ്രാമ്പു, ഒരു ഏലക്കായ, പിന്നെ ഒരു ചെറിയ കഷ്ണം ബേ ലീഫ് ഇതൊക്കെ ചേർത്തിട്ട് മൂപ്പിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് 2 മീഡിയം സവാള പൊടിയായിട്ട് അരിഞ്ഞു ചേർക്കാം. സവാളയൊക്കെ എണ്ണയിൽ നല്ലപോലെ വഴറ്റിയെടുക്കണം. വേഗം വാടി വരാനായിട്ട് 1 ടീസ്പൂൺ ഉപ്പും ചേർത്തിട്ടുണ്ട്. സവാളയൊക്കെ നല്ലപോലെ വാടി വരുമ്പോൾ ചതച്ച ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം. പിന്നെ ഒരു പച്ചമുളക് കട്ട് ചെയ്തിട്ട് ചേർക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ടുണ്ട്. എല്ലാം നന്നായിട്ട് വഴറ്റി ഇളം ഗോൾഡൻ കളറിലേക്കായി വരണം. ഇപ്പോൾ ഈ ഒരു രീതിയിൽ വാടി വന്നിട്ടുണ്ട്. ഇനി തീ നല്ലപോലെ കുറച്ച് വെച്ചിട്ട് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഒരൽപ്പം മഞ്ഞൾപ്പൊടിയും 1.5 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത്. ഗരം മസാല നമ്മൾ മുഴുവനോട് തന്നെ ചേർത്തിട്ടുണ്ട്. എങ്കിലും ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല പൊടിയായിട്ട് ചേർക്കാം. അല്ലെങ്കിൽ 1/2 ടീസ്പൂൺ ചിക്കൻ മസാലയോ മീറ്റ് മസാലയോ ചേർത്താലും മതി. ഞാനിതിൽ ചിക്കൻ മസാല ആണ് കേട്ടോ ചേർത്തത്. പൊടികളൊക്കെ ചെറിയ തീയിലൊന്ന് ചൂടായ ശേഷം അരച്ചു വെച്ച തക്കാളി ചേർത്ത് കൊടുക്കാം. തീ മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കണം. തക്കാളിയൊക്കെ വെന്ത് യോജിച്ച് വരുമ്പോൾ തേങ്ങയുടെ അരപ്പും ചേർത്തിട്ട് 2 മിനിറ്റ് കൂടെ വഴറ്റിയെടുക്കണം. ഇപ്പോൾ ഇതിൻ്റെ ഗ്രേവി ബേസ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് കറിക്ക് ആവശ്യമുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഇളം ചൂടുള്ള വെള്ളം ചേർത്താൽ മതി. സെമി ഗ്രേവി ആയിട്ടാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് കുറച്ച് വെള്ളം ചേർത്തിട്ടുള്ളൂ. ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുള്ളത് ചേർക്കണം. കറി തിളയ്ക്കുമ്പോൾ ഒരു 5 മിനിറ്റ് നേരത്തേക്ക് മൂടി വെച്ച് കൊടുക്കാം. ഇപ്പോൾ കറിയൊക്കെ നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മുട്ട ചേർക്കാം. മുട്ട നേരെ ഇതിലേക്ക് ചേർത്താൽ മതി, പൊട്ടിപ്പോവാതെ പതുക്കെ ചേർത്ത് കൊടുക്കണം. 4 എണ്ണം ചേർത്തിട്ടുണ്ട്. ഇതിന് സ്പൂൺ കൊണ്ട് ഇളക്കരുത്, അങ്ങനെ ചെയ്യുമ്പോൾ ഉടഞ്ഞു പോകും. മുട്ട വെന്ത് വരുന്നത് വരെ ഇങ്ങനെ തന്നെ തിളച്ചാൽ മതി. മൂടി വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഒരു 4 മിനിറ്റ് ഒക്കെ ആകുമ്പോൾ പതുക്കെ മറിച്ചിടാം. മുട്ട വെന്ത് വരുമ്പോൾ തന്നെ നമ്മുടെ കറി റെഡി ആവും കേട്ടോ. ലാസ്റ്റ് അല്പം മല്ലിയില അരിഞ്ഞതും ചേർത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. കറി സെറ്റ് ആവാനായിട്ട് ഒരു 10 മിനിറ്റ് കൂടെ മൂടി വെച്ച ശേഷം എടുത്താൽ മതി. മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് ഇതിൽ തന്നെ വേവുന്നത് കൊണ്ട് ആ ഗ്രേവിക്കും നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കണം. മറ്റൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം.